ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ ജിമ്മിലൊക്കെ പോയിട്ട് കുറച്ച് നേരത്തെ വന്നപ്പോൾ അമ്മ ഇവിടെ മിക്ക ദിവസങ്ങളിലും അമ്പലത്തിൽ പോകും. ഞാൻ വിചാരിച്ചു ഇന്നും ഒരു നല്ല ഫ്രഷ് സ്റ്റാർട്ട് ആവട്ടെ, അമ്മേൻ്റെ രാവിലെ അമ്പലത്തിലൊക്കെ പോകാമെന്ന്. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് കാണാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഫുള്ള് കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അതേ രാവിലെ അമ്മ ഇവിടുന്ന് അമ്പലത്തിൽ പോകുന്ന ദിവസങ്ങളിൽ, പറ്റുന്ന ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം പൂവൊക്കെ ഉണ്ടെങ്കിൽ പൂവൊക്കെ പറിച്ചു കൊടുക്കും. അപ്പോൾ അതെല്ലാം കൂടി പറിച്ചിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് സമയത്ത് ആ കോഴിതെ ആ പോകുന്നവൻ അവൻ നല്ല കൂവലാണ് നടന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം അമ്മൂനെയൊക്കെ പോയെന്ന് വിളിച്ച്. അമ്മ പുച്ഛഭാവം. അമ്മൂനെ 2-3 തവണ ഞാനിങ്ങനെ അമ്മു എന്ന് വിളിച്ച് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവസാനം ഞാൻ പിന്നെ പോട്ടെ വിട്ടേക്കാം എന്ന രീതിയിൽ അങ്ങ് വിട്ടു. അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. അമ്മ ഇപ്പോൾ വണ്ടി എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററിൻ്റെ പോലും ആവശ്യമില്ല അമ്പലത്തിലേക്ക്. നമുക്ക് പെട്ടെന്ന് എത്താനായിട്ട് പറ്റും. പിന്നെ ഞാൻ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്ക് പിന്നെ ഇങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പായാലും ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. പാവ അമ്മ എന്തൊക്കെയോ കാര്യം പറയുന്നുണ്ടായിരുന്നു, ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല. അവസാനം എന്താ നമ്മൾ അമ്പലത്തിൽ ഏകദേശം എത്താറായി. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര പെട്ടെന്ന് എത്തും, കാരണം തൊട്ടടുത്തുള്ള അമ്പലമാണ്. നമ്മൾ ശരിക്കും എപ്പോഴും വരുമ്പോൾ നമ്മൾ വണ്ടി ഈ ഭാഗത്തായിരുന്നു വെക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ വഴിയായിരുന്നു അമ്പലത്തിലേക്ക് കയറുന്നുണ്ടായിരുന്നേ. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇവിടെ വെക്കല്ലേ, വീഡിയോ എടുക്കണം, അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോകാൻ. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു. പക്ഷേ നമ്മളങ്ങോട്ട് ചെന്നിറങ്ങേണ്ട താമസം നല്ല മഴ. എവിടുന്നാ നിമിഷങ്ങൾക്കുള്ളിൽ മഴ പെയ്തു എന്നറിയത്തില്ല. പിന്നെ നമ്മളവിടെ ഒരു ഷീറ്റിൻ്റെ കീഴിൽ കയറിലൊക്കെ നിന്ന്. പക്ഷെ നമ്മൾ നിൽക്കുന്നതിനനുസരിച്ച് മഴ കൂടുന്നേ ഉള്ളൂ. അപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, നമുക്കങ്ങ് അമ്പലത്തിലേക്ക് കയറാം എന്നുള്ള രീതിയിൽ. പിന്നെ ഞാനും അമ്മ അമ്പലത്തിലേക്കൊക്കെ കയറി. ഇതാണ് നമ്മളുടെ മാലേൽ അമ്പലം. മാലിമേൽ ദേവീക്ഷേത്രം എന്നാണ് ശരിക്കുള്ള പേര്. പിന്നെ നമ്മൾ നമ്മളുടെ ഗ്രാമദേവത ആയതുകൊണ്ടും നമ്മളുടെ അമ്പലം ആയതുകൊണ്ടും നമ്മൾ ഷോർട്ടാക്കി മാലേൽ അമ്പലം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ അകവശം. എനിക്കങ്ങനെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, എങ്കിലും പറ്റുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇവിടെ ശരിക്കും നമ്മുടെ വിഗ്രഹം വരുന്നത് ഭദ്രേൻ്റെയാണ്, ദേവിയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും എന്തൊരാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴായാലും നമ്മൾ പെട്ടെന്ന് നമുക്ക് ചെന്ന് തൊഴാൻ പറ്റുന്നൊരു അമ്പലം നമ്മുടെ മാലേൽ അമ്പലമാണ്. അപ്പം അത്യാവശ്യം നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാലമ്പലത്തിൽ അകമൊക്കെ തൊഴുത് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിലെല്ലാം തൊഴുത് നമ്മൾ പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങാം എന്നുള്ള രീതിയായിരുന്നു. കാരണം ഏകദേശം നേദ്യത്തിൻ്റെ സമയമായിരുന്നു. അപ്പോൾ നമ്മൾ അധികം സമയം അവിടെ നിൽക്കാനൊക്കത്തില്ല. എന്നിട്ട് ഞാനും അമ്മയും കുറച്ച് നേരം വെളിയിലൊക്കെ വന്നിരുന്നു. നമ്മൾ കുറച്ചൊരു അമ്പലത്തിലേക്ക് ഇരിക്കണ്ടേ, അങ്ങനെ വെളിയിലൊക്കെ വന്നിരുന്നിട്ട് പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഏകദേശം ഇറങ്ങി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. നമ്മൾ വീട്ടിലെത്തി കഴിയുമ്പോൾ സ്ഥിരം വീട്ടിൽ കാണുന്നൊരു പ്രതിഭാസമാണ്, അമ്മ ഇങ്ങനെ ഡോറിൻ്റെ വാതിൽക്ക് വന്ന് നിൽക്കും. കാരണം ഡോറ് തുറന്നു കഴിഞ്ഞാൽ ആദ്യം അവൾക്ക് കയറണം, എന്നിട്ട് വേറെ ആർക്കും എൻട്രൻസ് ഉള്ളൂ. അപ്പോൾ അമ്മ ഡോറ് തുറക്കാൻ നോക്കിക്കോ ചാടി കയറാനായിട്ട്. അപ്പോൾ ഇതേ ഞങ്ങൾ വീട്ടിലെത്തി. പക്ഷേ കുറച്ച് മഴ ചെയ്ത് കാരണം അത്യാവശ്യം കുറച്ച് നനഞ്ഞപ്പോൾ വന്നപ്പോഴേ അങ്ങ് ഡ്രസ്സൊക്കെ മാറി. നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷേ വീട്ടിലെത്തി കഴിഞ്ഞപ്പം മറ്റേ വെള്ളയപ്പം, എനിക്ക് ഈ സാധനം കണ്ണെടുത്താക്കണം, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനം ഇത്. എങ്ങനെയെങ്കിലും കുറച്ചൊക്കെ കഴിച്ചിട്ട് മുട്ടയും കൂടി കഴിക്കാം. ഓക്കെ, അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം. ഇതാ ഇന്ന് രാവിലെ കഴിക്കാനുള്ളത്. എനിക്ക് സാധനം തീരെ ഇഷ്ടമല്ല, കാരണം എനിക്കിത് തിന്നുമ്പോൾ നമ്മൾ ഈ അപ്പത്തിനൊക്കെ അരയ്ക്കുന്ന മാവ് വെറുതെ എടുത്ത് തിന്നുന്നൊരു ഫീലാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഈ കല്യാണ വീട്ടിലൊക്കെ പണ്ടൊക്കെ പോകുമ്പോഴും ഈ സാധനം കിട്ടുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. എന്തായാലും ഇന്ന് ഇതേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിക്കാം. എന്നാലും കഴിച്ചിട്ട് വേണം, ഞാൻ കഴിച്ചിട്ട് വരാം. ഈ ഒരു ലഡു ഉണ്ട്, ഇത് അമ്മ തന്നെത്താൻ ഇവിടെ ഉണ്ടാക്കിയത്. മറ്റേ എള്ളും ചിയാസീഡും അങ്ങനെ ഈന്തപ്പഴമൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയത്. ഇത് നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മടുക്കും. എന്നാലും കുഴപ്പമില്ല, ഇത് ഡെയിലി ഒരെണ്ണം കഴിക്കാം. കൊള്ളാം, നല്ല സാധനമാണ്, ഹെൽത്തിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഹെൽത്തൊക്കെ നോക്കേണ്ടത് കൊണ്ട് ഇത് നമുക്ക് ഇഷ്ടമേലും കഴിക്കാം. എനിക്ക് തോന്നുന്നു ഇത് കൂടുതലും മുടിക്കൊക്കെ നല്ലതാണെന്ന് തോന്നുന്നു. മറ്റേ കരിഞ്ജീരകമൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇത് കഴിഞ്ഞിട്ടാണ് കാണാൻ വരുന്നുണ്ടോ? ഈ കരിഞ്ജീരകത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റിനകത്ത് എടുത്ത് ഇങ്ങനെ നിൽക്കും. പക്ഷേ ഗുഡ് ഫോർ ഹെൽത്ത്, ഇഷ്ടമല്ലെങ്കിലും കഴിക്കണം, നല്ലതാണ്. ഓക്കെ, കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വീടൊന്ന് ക്ലീൻ ആക്കണം. അങ്ങനെ പ്രത്യേകിച്ച് വലിയ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ തുടയ്ക്കാൻ അങ്ങനൊന്നും, അതൊക്കെ ആഴ്ച ഒരിക്കലൊക്കെ മതി. ജസ്റ്റ് തൂത്തൊന്ന് വരണം, സെറ്റ് ചെയ്യുന്ന വിരിക്കണം, അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികൾ. അപ്പോൾ അതൊന്നും ഇതിനകത്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് കഴിഞ്ഞ് കാണാം. ഇപ്പോൾ സമയം ഏകദേശം 11 മണി ആയിട്ടുണ്ട്. എനിക്ക് 12 മണിയാകുമ്പോഴെങ്കിലും ക്ലാസ് കാണുന്നിരിക്കണം. ഞാൻ ഡിസ്റ്റൻ്റായിട്ട് MBA ചെയ്യുന്നുണ്ട്. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ് ആണ്, ശനി ഞായറും മാത്രമേ ഉള്ളൂ.
ലൈവ് സെക്ഷൻസ്. അപ്പോൾ നാളെ ലൈവ് സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇന്ന് അതിന് മുമ്പ് ബാക്കി തീർക്കണം. സോ അപ്പോൾ 12 മണിയാകുമ്പോഴത്തേനെങ്കിലും അതിനിരിക്കണം. അപ്പോൾ അതിന് മുമ്പ് വീട്ടിലെ കുറച്ച് ജോലി ഒതുക്കാം, ഇല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നെ ഇവിടുന്ന് പറപ്പിക്കും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് തൂത്തൊക്കെ വാരി. ഇതിപ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്ത പണിയാണെങ്കിലും ഈ വീട്ടിലെ എൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ചെറിയ രീതിയിലൊന്ന് അടുക്കിയൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏകദേശം 12-12:30 ആയിട്ടുണ്ട്. കുറച്ച് നേരം പോയി ക്ലാസ്സൊക്കെ കേൾക്കാം. അപ്പോൾ നിങ്ങളെനിക്ക് ഫുഡൊക്കെ അതൊക്കെ അനിയൻ രാവിലെ പോകുന്നുണ്ട്, അതൊക്കെ സെറ്റാണ്. അപ്പോൾ ക്ലാസ് കേട്ടിട്ട് വന്നിട്ട് ഫുഡൊക്കെ കഴിക്കാം. കുറച്ച് നേരം ക്ലാസ് കേൾക്കട്ടെ. അപ്പോൾ അതേ നമുക്ക് LMS പ്ലാറ്റ്ഫോമിലായിരിക്കും ക്ലാസ്സൊക്കെ അവൈലബിൾ ആയിരിക്കുന്നത്. ഓരോരോ സബ്ജക്റ്റ് വീതം നമുക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് കണ്ടിട്ട് മാത്രം നമുക്ക് ലൈവിലിരിക്കാനൊക്കെ അല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. സോ പിന്നെ ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വീക്ക് ലൈവിന് കയറാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, അതും നമുക്കിതിനകത്ത് റെക്കോർഡായിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ ക്ലാസ് കേൾക്കട്ടെ. അപ്പോൾ ക്ലാസ്സൊക്കെ കണ്ടിട്ട് കുറച്ച് നേരമായി. അത് കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ ഇൻസ്റ്റ തോണ്ടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു റെസിപ്പി കണ്ടു. അപ്പം ഞാൻ വീണ്ടും എൻ്റെ എറണാകുളം ലൈഫിലേക്കൊന്ന് ചിന്തിച്ചു. കാരണം ഞങ്ങൾ റൂമിൽ സ്ഥിരം ഉണ്ടാക്കുന്ന സാധനമായിരുന്നു ഇത്. അപ്പോൾ എനിക്ക് അവിടെയുള്ള ഐശുവിനെ അർദ്ധനേനെയൊക്കെ പെട്ടെന്ന് അങ്ങ് മിസ് ചെയ്തു. അപ്പോൾ എനിക്ക് അത് ഇപ്പം തന്നെ ഉണ്ടാക്കണം, എന്നിട്ട് ഇന്നത്തെ ചോറിന സാധനം എനിക്ക് വേണമെന്ന് ഭയങ്കര ഇതായി. എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഈ തൈരൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് സാധനം സെറ്റാക്കി. ഇപ്പോൾ ഏകദേശം 3-3:30 ആയെന്ന് തോന്നുന്നു. എന്തായാലും ചോറുണ്ണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ചോറുണ്ണാം. ഞാൻ പറഞ്ഞ കറി ഇതാണ്, പക്ഷെ ഞാൻ എറണാകുളത്ത് ഉണ്ടാക്കുന്ന അത്ര കറക്റ്റായിട്ട്. കാരണം എനിക്ക് തോന്നുന്നു അവിടെ മറ്റേ യോഗേർട്ട് വാങ്ങിക്കുമ്പോൾ ഭയങ്കര കൊഴുകൊഴാന്നിരിക്കും. ഇവിടെ കുറച്ച് വെള്ളപ്പശപ്പ് കൂടുതലാണ് തോന്നുന്നു തൈരിനകത്ത്. അപ്പോൾ അത്ര തിക്നെസ് ഇല്ലെങ്കിലും സാധനം തിന്നാനായിട്ട് വയ്യ. ഞാൻ ഇപ്പോൾ എന്തായാലും കഴിച്ചിട്ട് വരാം. നമുക്ക് എന്തായാലും കഴിക്കാം. ഒന്നുകൂടി കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. കുറേ നാൾക്ക് ശേഷം കഴിക്കുന്നുണ്ടേ. ഓ മൈ ഗോഡ്, സൂപ്പർ സാധനം. ഇത് ഭയങ്കര എളുപ്പമാണ് സത്യം പറഞ്ഞാൽ വെക്കാൻ. ഈ കറി മാത്രം മതി കേട്ടോ. നമുക്ക് വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ഓൾറെഡി കഴിച്ച് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. പക്ഷേ വീട്ടിൽ നിന്നിട്ട് ഞാനത് ആദ്യമായിട്ടാണ് വെക്കുന്നത്, ഏകദേശം 2 മാസത്തിന് ശേഷം. പക്ഷേ ഓ മൈ ഗോഡ്, ആ സവാളയും ഒന്നും പറയാൻ അടിപൊളി. ആ തൈരും ആ മുളകും ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇത്രയുള്ള സാധനം സൂപ്പർ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഓ മൈ ഗോഡ്, ഞാൻ ഇപ്പോൾ എന്തെങ്കിലും കഴിക്കട്ടെ. ഓക്കെ, ബൈ. ഓൾറെഡി കുറച്ച് നേരം നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടേ നമുക്ക് കുറച്ചൊന്ന് കിടന്നൊന്ന് ആസ്വദിക്കാൻ തോന്നത്തില്ലേ, ആ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാൻ. ആ ടൈമിൽ അമ്മ വന്നിട്ട് നമുക്ക് കയ്യത്ത് പോച്ച വരയ്ക്കാൻ പോകുന്നു. എനിക്ക് തീരെ താല്പര്യമില്ല. നിങ്ങൾക്ക് എൻ്റെ മോന്ത കണ്ടറിയാം. മനസ്സില്ലാ മനസ്സുകൊണ്ട് ഇറങ്ങിപ്പോത്തില്ലേ, ആ ഒരവസ്ഥയിലാണ് ഞാൻ ആ വണ്ടീൻ്റെ ബാക്കിൽ ഇരിക്കുന്നത്. അപ്പോൾ അയ്യത്തേക്ക് പോകുന്ന വഴിക്ക് ശ്രീകുട്ടി ആൻ്റിൻ്റെ വീട്ടിൽ പേരക്ക ഉണ്ടെന്നും പറഞ്ഞ് ശ്രീകുട്ടി ആൻ്റി വിളിച്ചു. അപ്പോൾ ഇവിടെ പേരക്ക പറിക്കാൻ വേണ്ടി നിൽക്കാം. വല്ലതും കിട്ടുവാണെങ്കിൽ കാണിക്കാം. നമ്മളിവിടെ അയ്യത്ത് പോച്ച പറിക്കാൻ വന്നതാണ്. എങ്ങാണ്ട് കുറച്ച് പേരക്ക കണ്ടപ്പോഴത്തേന് അത് നോക്കി നിൽക്കുക. പിന്നെ ഇവിടുത്തെ പാവ ശ്രീകുട്ടി ആൻ്റിയുടെ ഭർത്താവ് തോട്ടിയെടുക്കാൻ പോയിക്കുക. വല്ല ആവശ്യമുണ്ടോ ഇതിൻ്റെയൊക്കെ? കഷ്ടപ്പെട്ട് വെറുതെ ആയല്ല ഗൈസ്. കുറേ കിട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ കിടപ്പുണ്ട്. ചിലതൊക്കെ കിളി കുത്തിപ്പോയി കണ്ട, അണ്ണാൻ കൊത്തി കുറേ പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും നല്ല കുറേ കിട്ടി. ഇത് നോക്കി, ചെറുതുമ്പൊരു സാധനം, പക്ഷെ നല്ല പഴുത്തിരിക്കുക, ആ മഞ്ഞ കളറിൽ. പിന്നെ നമ്മൾ രാത്രിയിൽ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേന് ചേച്ചി വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ചേട്ടൻ്റെ മോനാണ്. അപ്പോൾ അവനോട് കുറേ നേരം ഇങ്ങനെ സംസാരിച്ചു. ഏകദേശം ഒരു 1-2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കോളായിരുന്നു ഇത്. അപ്പോൾ കുഞ്ഞിനോട് കുറേ നേരം ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞപ്പോൾ നല്ല രീതിയിൽ ചിരിക്കുന്നുണ്ടാ. അയ്യോ, അപ്പോൾ എനിക്ക് കുറേ നേരം ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കളിപ്പിച്ചിരിക്കുകയായിരുന്നു അവനെ. അപ്പം നമ്മൾ പേരയ്ക്കൊക്കെ പറിച്ച് വന്നിട്ട് പിന്നെ കുറേ നേരം ഫോണിലൊക്കെ കളിച്ചു. അതിനിടയ്ക്ക് ചേച്ചി വിളിച്ച് ചേച്ചിനോട് 2-2.5 മണിക്കൂർ ഇരുന്ന് കത്തിയടിച്ച്
ഇപ്പോൾ സമയം ഏകദേശം 9 മണി 9:30 ആവുന്നു. അപ്പോഴേ ഞാൻ ചെയ്തു ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട് എടുത്തില്ലല്ലോ എന്ന്. സോ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.